പയനിയറിൻ്റെ ഒരു വിൻറ്റേജ് 3-way സ്പീക്കറിന് വേണ്ടി ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. കരോക്കെ വരുന്ന ഒരു 2.1 ആംപ്ലിഫയറിന് വേണ്ടിയായിരുന്നു പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം അതിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീഡിയോസിൻ്റെ ലെന്ത് കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്വിക്ക് റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന A to Z പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് കൺട്രോളിംഗ് പാനലിലോട്ടാണ് നമ്മൾ ആദ്യം വരുന്നത്. ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 കളർ വേരിയൻറ്റിലാണ്. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഗ്ലോസി കളർ വേരിയൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കളർ വേരിയേഷൻ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന് വളരെയധികം ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൺട്രോൾസിലോട്ട് കിടക്കാം. അപ്പം കൺട്രോളിംഗ് പാനലിൽ മാസ്റ്റർ വോളിയം കൺട്രോൾ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, വോളിയം മാത്രമാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം, പിന്നെ മൈക്കിന് വേണ്ടിയുള്ള മൈക്ക് വോളിയം കൊടുത്തിട്ടുണ്ട്, എക്കോ ഉണ്ട്, ബാസ്, മിഡ്, ട്രിബിൾ, പിന്നെ സബിന് വേണ്ടിയുള്ള സബിൻ്റെ കൺട്രോളും. ഈ ഇത്രയും 3 കൺട്രോളാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് വ്യൂ മീറ്ററും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ട്രാൻസ്ഫോമറിലോട്ട് കാണാം. ട്രാൻസ്ഫോമറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 3030യുടെ 8 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറും 27027ൻ്റെ ഒരു 6 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. 6 ആംപിയർ കൊടുക്കാനുള്ള കാരണം ഈ സ്പീക്കർ ബോക്സ് 75 വാട്ട്സാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കറക്റ്റ് 100+100 ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്പീക്കർ ഭാവിയിൽ ഇത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കത്തക്ക രീതിയിൽ നമുക്ക് ഏകദേശം 70 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ വോൾട്ടേജ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാനൽ ബോർഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പവർ ട്രാക്കിൻ്റെ 5200യുടെ സ്റ്റീരിയോ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് IRF 240യുടെ പെയർ വരുന്ന ബ്രിഡ്ജ് ബോർഡാണ് നമ്മൾ സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 200 വാട്ട്സ് അടുപ്പിച്ച് ഔട്ട്പുട്ട് കിട്ടും. DTEC എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്ക് പ്രീ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ DTEC എന്ന ബ്രാൻഡിൻ്റെ തന്നെ ബാസ്റ്റബിൾ ബോർഡും മിഡും കൂടെ വരുന്ന 3-way ബോർഡും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. DTECൻ്റെ തന്നെയാണ്. B3 പ്ലെയറായിട്ട് വരുന്നത് Geestarൻ്റെ തന്നെ വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് വരുന്ന ഒരു പുതിയ മോഡൽ വേർഷനായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് പാനലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറിലോട്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കരോക്കെ ടെസ്റ്റ് ചെയ്യുന്നതും സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഒരു സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേട്ടിട്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേണക്കുള്ള ഉപകാരപ്രദമാകുന്ന വീഡിയോസും ആംപ്ലിഫയർ അസംബിളിനെ കുറിച്ചുള്ള പുതിയ ടെക്നിക്കും ട്രിക്കുകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നത്.